ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നല്ല നല്ലൊരു സൂപ്പർ പുട്ടാട്ടം ഉണ്ടാക്കണേ. അപ്പത്തിൻ്റെ പൊടി കൊണ്ടാണ് ഞാൻ ഈ അപ്പത്തിൻ്റെ പൊടിയാണ് മേടിക്കണേ. അപ്പോൾ അതുകൊണ്ട് പുട്ട്, ഇടിയപ്പം, പത്തിരി എല്ലാം ഇതുകൊണ്ട് തന്നെയായിട്ട് ഉണ്ടാക്കണേ. ഇഡ്ഡലി വരെ ഈ പൊടിയും കൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കാറ്. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിച്ചു. അതിലേട്ടാണ് കേട്ടോ ഈ 2 ഗ്ലാസ് പൊടി ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഒത്തിരി താമസമൊന്നുമില്ല, 2 മിനിറ്റ് കൊണ്ട് ഇത് ഇങ്ങനെയാവും. എന്നിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായിട്ട് പൊടിക്കണം. എന്നിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും പുട്ടിൻ്റെ പാകത്തിന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടാണ്. ഇതിലോട്ട് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം ഈ സമയത്ത് ഗ്രേറ്റ് ചെയ്തിട്ട്. പിന്നെ ചോറിടാം. ചോറിടുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ നല്ല പഞ്ഞി പോലെയാവും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് തന്നെ നല്ല സോഫ്റ്റ് പുട്ടാണ്. എന്നിട്ട് സാധാരണ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ കുറച്ചായിട്ട് ഇടണോളൂ. തേങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഇത് തേങ്ങയിട്ട് കുക്കറിൽ വെള്ളം വെക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അരഭാഗത്തിൻ്റെ അടുത്ത് തന്നെ വെള്ളം വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. കാരണം 3-4 പുട്ടൊക്കെ വേവിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കില്ലേ. എന്നിട്ട് പുട്ട് വെച്ചു. നീളമുള്ള പുട്ടും 2 ആൾക്ക് ചിരട്ടപ്പുട്ടും വേണം കേട്ടോ. അപ്പോൾ ചിരട്ടപ്പുട്ടിൽ എപ്പോഴും നിറയ്ക്കുമ്പോൾ ഒത്തിരി തിക്കി നിറയ്ക്കരുത്. എന്നാലും കല്ല് പോലെയാവും പുട്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു ലെവലിനനുസരിച്ച് പുട്ടും. അപ്പോൾ ചിരട്ടപ്പുട്ടും നീളമുള്ള പുട്ടും ആയിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു കേട്ടോ. അതേ കണ്ട 2 ചിരട്ടപ്പുട്ടും ഒരു നീളമുള്ള പുട്ടും. ഇതൊന്നും അപ്പടി തീർന്നില്ല കേട്ടോ. വൈകിട്ടത്തേക്ക് പിന്നെ ഉണ്ടായി. പിന്നെ അതിൻ്റെ ഒപ്പം നല്ല പഴം ഉണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായയും. ഇതായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പിന്നെ ഞങ്ങൾ താഴത്തോട്ട് പോയി, ചേച്ചിയുടെ അടുത്തേക്ക് പോയി, കുഞ്ഞിൻ്റെ അടുത്തേക്ക്. അപ്പം ഇന്ന് ഞങ്ങൾ എന്നും കാത്തു നിൽക്കണ ആളവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഏത് ആ വീട് പണിയണേ ഇതാട്ടോ. അവിടെ ചെന്നു. ഞങ്ങൾ മിലുവിനെ കണ്ടില്ല കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ ഇത് 2 തേങ്ങ ചേച്ചി പൊട്ടിച്ച് അരിഞ്ഞ് തന്നാട്ടോ. മിക്സിയുടെ ജാറിൽ വെച്ച് ഇതുപോലെ പൊടിച്ചു. ഇങ്ങനെ പൊടിക്കുമ്പോൾ വറുത്തെടുക്കാൻ എളുപ്പം, നന്നായിട്ട് പെട്ടെന്ന് തന്നെ നല്ലോണം വറുക്കാൻ പറ്റും. ഡയറക്റ്റ് തേങ്ങ ചിരണ്ടി വറുക്കണേക്കാളും. അപ്പോൾ ഇതേ പൊടിച്ചിട്ടാട്ടോ തേങ്ങ വറുക്കണതാ. പെട്ടെന്ന് തന്നെ ഇത് ഈ കളറായിട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ വറുത്തെടുത്തു. ഇതേ വറുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ല സൂപ്പറായിട്ട് വറുത്തു. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് കൊഴുവ നന്നാക്കി. ഇന്ന് കൊഴുവ മേള കേട്ടോ. ആദ്യം കൊഴുവയുടെ ഉത്സവം ഇന്നിവിടെ. ആദ്യം കൊഴുവ വറുക്കാൻ പോകട്ടോ. അതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി ആദ്യം ഉപ്പിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാലയും ഇട്ട് കൊടുത്തു. ഫിഷ് മസാല കൊഴുവ വറുക്കണേന് ഫിഷ് മസാല അല്ലെങ്കിൽ മല്ലിപ്പൊടി ഇടും കേട്ടോ. പക്ഷേ അതിലൊക്കെ നല്ല ടേസ്റ്റ് ഫിഷ് മസാല ഇട്ട് ശരിക്കും തിരുമ്മി വെക്കണം. ഫിഷ് മസാല കൊഴുവയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടാൽ വറുക്കാനെന്ന് ഫിഷ് മസാല ഇട്ടു. എന്നിട്ട് തിരുമ്മി ഒരു 5 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വറുക്കാനിടുക കേട്ടോ. ഈ കൊഴുവ വറുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് അരിപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാവും. അത് അരിപ്പൊടി ഇട്ടില്ല, സാധാരണ ഡയറക്റ്റ് തന്നെ വറുക്കാനിട്ടു. അപ്പോൾ കൊഴുവ വറുത്തതും. പിന്നെ അടുത്തത് ഇനി കൊഴുവ പീര കേട്ടോ ഉണ്ടാക്കാൻ പോണേ. ഈ കൊഴുവ തോരൻ എന്ന് പറയും, കൊഴുവ പീര എന്ന് പറയും. പല സ്ഥലത്തും പലത്. അടുത്തത് പീരയ്ക്കുള്ള തേങ്ങ ചിരണ്ടി, ഉള്ളിയും കാന്താരി മുളകും. പിന്നെ കൊഴുവ പീരയ്ക്ക് ഇടുമ്പോൾ കൊഴുവ 3ആയിട്ട് കട്ട് ചെയ്യും കേട്ടോ. ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടെ ആദ്യം ഒന്ന് ചതച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടെ ചതച്ചെടുക്കും കേട്ടോ. ഇപ്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. വേറെ മുളക് പൊടിയൊന്നും വേണ്ട. കാന്താരി മുളകിന് നല്ല എരിവാലോ. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ കൊഴുവയിലേക്ക് ഇട്ടു. കൊഴുവ ഇങ്ങനെ നീളത്തിൽ കിടക്കണേക്കാൾ നല്ലത് ഇങ്ങനെ കട്ട് ചെയ്താട്ടോ. അത് ഞാനൊരു ചേച്ചി എനിക്ക് പറഞ്ഞു തന്നതാട്ടോ. അങ്ങനെ അതാണ് നല്ലതെന്ന്. അപ്പോൾ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു ശകലം വെള്ളവും കൂടി ഒഴിച്ച്, അരപ്പിലേക്ക് ശകലം വെള്ളവും കൂടി ഒഴിച്ച്, പിന്നെ ഇത് കുടപ്പുളി കേട്ടോ, വെള്ളവും കൂടി ഒഴിച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് ഒരു 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമും ഇട്ടിട്ട് പിന്നെ സിമ്മിലിട്ടിങ്ങനെ തോർത്തി എടുക്കണം. അതാട്ടെ ഇതിൻ്റെ നല്ല ടേസ്റ്റ്. അതേ തിരുമ്മി പൊത്തി ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് മൂടി ഫുൾ ഫ്ലെയിമിലായിട്ട് ആദ്യം ഇടേണ്ടത്, എന്നാലേ വെള്ളം ഇറങ്ങി വരുള്ളൂ. പിന്നെ ഇതിന് ഒത്തിരി വേവൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ.
ഒരു 2 മിനിറ്റൊക്കെ ഇട്ടാൽ മതി ഫുൾ ഫ്ലെയിമിൽ. എന്നിട്ട് സിമ്മിലിട്ട് ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നാണ്ടോ. ഇനി സിമ്മിലിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പം നല്ല കൊഴുവ പീര അല്ലെങ്കിൽ കൊഴുവ തോരൻ എന്ന് ചില സ്ഥലത്ത് പറയും, മീൻ തോരൻ. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സൂപ്പറാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കൊഴുവ പീര റെഡിയായി. അപ്പോൾ കൊഴുവയുടെ 2ാമത്തെ മേളം കഴിഞ്ഞു. ഇനി അടുത്തത് ബാക്കി കുറച്ച് കൊഴുവയുണ്ടായിരുന്നു. അപ്പോൾ അത് ചുമ്മാ മുളകിയാറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി 2 പച്ചമുളക് കൊഴുവയിലേക്ക് കീറിയിടുന്നുണ്ട്. എരിവ് കുറവാട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇച്ചിരി അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ, കൊഴുവയ്ക്ക് നല്ല ടേസ്റ്റാണ് അത്. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ഇട്ടു. പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ മുളക് പൊടി, ഇത് ഇപ്പോൾ ഇടുന്ന മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാട്ടോ ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കളറ് കിട്ടാൻ വേണ്ടി ഇടുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതാട്ടോ മുളകിയാർ ഇന്നത്തെ കൊഴുവ മാമാങ്കത്തിൻ്റെ ലാസ്റ്റത്തെ കുറച്ച് കൊഴുവ ഉണ്ടായിരുന്നതും കൊണ്ട് ചെയ്താൽ കേട്ടോ. ഇതിലോട്ട് തേങ്ങ അരപ്പൊന്നും ചേർക്കില്ല കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. തേങ്ങ അരപ്പൊന്നും ഇതിലേക്ക് ചേർക്കില്ല. ഇതിലൊരു തക്കാളിയും കൂടെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ടിത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൊഴുവ മുളക് ചാറും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. തേങ്ങ അരക്കണേക്കാളും തേങ്ങാപ്പാൽ ചേർക്കണേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ രീതിയിലുണ്ട്. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ചേർക്കണം. കറിവേപ്പില ഇല്ല, പച്ച വെളിച്ചെണ്ണ ചേർത്ത് അത് വാങ്ങി വെച്ചു. അപ്പം അതേ നല്ല ചോറും, ഇത് രാത്രിത്തെ ഭക്ഷണം കേട്ടോ. ചോറ്, പിന്നെ കൊഴുവ പീര, പിന്നെ അതേ കൊഴുവ മുളക് ചാറ്, അതേ കൊഴുവ ഫ്രൈ. നല്ല സൂപ്പർ രാത്രിത്തെ ഭക്ഷണം നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.